ഹായ് ഫ്രണ്ട്സ്, കേരള ജോബ്സ് ഫോർ യുവിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹൈക്കോടതിയുടെ കീഴിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ആർക്കെല്ലാം അപേക്ഷിക്കാം, എത്രയാണ് പ്രതിമാസ വേതനം, നമ്പർ ഓഫ് വാക്കൻസീസ് എത്രയാണ്, അതുപോലെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് നമ്പർ 22/2020 പ്രകാരം കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസവേതനം ലഭിക്കുന്നത്. നിലവിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 7 ഒഴിവുകളാണുള്ളത്. അതുപോലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് വരുന്ന ഒഴിവുകളിലേക്കും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും നിയമനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ കൂടുതൽ ഒഴിവുകളും നിയമനങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ SC, ST, OBC, എക്സ് സർവീസ്മെൻ തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറീസിന് ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 ഓർ ഈക്വാലൻ്റ് ക്വാളിഫിക്കേഷനും KGTE ഇൻ ടൈപ്പ് റൈറ്റിംഗിൽ ഇംഗ്ലീഷിൽ ഹയർ ക്വാളിഫിക്കേഷനുമുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഈക്വലൻ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് മുൻഗണന ലഭിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രായപരിധിക്കുള്ളിൽ വരുന്ന ആളുകൾക്കും ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ആളുകൾക്കും ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്കുള്ള മോഡ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 75 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടായിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയിൽ നിന്ന് 50 മാർക്കും, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് 30 മാർക്കും, ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റിന് പരിഗണിക്കുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റിൽ ടൈപ്പിംഗ് സ്പീഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതിൽ SC, ST, അൺഎംപ്ലോയിഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സാണ് കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ ആവശ്യമായി വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ നന്നായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ആവശ്യമായ വെബ്സൈറ്റിൻ്റെ ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രധാനപ്പെട്ട തീയതികൾ നോക്കുകയാണെങ്കിൽ 14/12/2020 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് സ്റ്റെപ്പ് 1 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട തീയതി 4/1/2021. അതുപോലെ 11/1/2021 വരെ സ്റ്റെപ്പ് 2 പ്രോസസ്സും ഓൺലൈൻ വഴി അപേക്ഷ ഫീയും സമർപ്പിക്കാം. അതുപോലെ ഓഫ്ലൈൻ വഴി ആപ്ലിക്കേഷൻ ഫീ അടക്കുന്ന കാൻഡിഡേറ്റ്സിന് 13/1/2021 മുതൽ 20/1/2021 വരെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും സംശയമുള്ള കാൻഡിഡേറ്റ്സിന് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് എക്സാമിനേഷൻ സെൽ കോൺടാക്റ്റ് നമ്പർ 048425622235 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് www.hck.nic.in എന്ന ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബാക്കിയുള്ള ആളുകൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി കേരള ജോബ്സ് ഫോർ യു എന്ന ഈ ജോബ് നോട്ടിഫിക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കേരള ജോബ്സ് ഫോർ യു.